നമസ്കാരം സുഹൃത്തുക്കളെ, പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഞാൻ ഇന്നേ ഒരു വ്ളോഗ് പോലെ അങ്ങ് ചെയ്യാന്ന് വിചാരിച്ചേ. ഈ ഇടാനായിട്ട് വെള്ളം അടുപ്പിലോട്ട് വെച്ചു. കുക്കറിനകത്തിൽ വെള്ളയരി ഇട്ടാ ചോറ് വയ്ക്കുന്നത്. വെള്ളം തിളപ്പിക്കാനായിട്ട് അടുപ്പിലോട്ട് വെച്ചേ. പാവയ്ക്ക മെഴുക്ക് പുരട്ടി വെക്കാനായിട്ട് അതും അരിഞ്ഞ് അടുപ്പിൽ വെച്ചിരിക്കുക. അപ്പൊ പാത്രം കഴുകുക. അന്നേരം പാത്രം കഴുകി മാറ്റുവാണെങ്കിൽ കൂടിക്കിടക്കാതെ അന്നേരം കഴുകി മാറ്റാമല്ലോ. അതുകൊണ്ട് പാത്രം കൂടെ കഴുകുവാണേ. പിന്നെ ഈ പാത്രം കഴുകുന്ന ഡിഷ് വാഷ് ഒക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇവിടെ കിറ്റ് വാങ്ങിക്കാൻ കിട്ടും. അന്നേരം അവിടെ നിന്ന് കിറ്റ് വാങ്ങിച്ചിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കി അങ്ങനെ എടുത്ത് വയ്ക്കുവേ. അതാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. നമ്മൾ വാങ്ങിക്കുമ്പോൾ ഓരോ കുപ്പി വാങ്ങിക്കുമ്പോൾ നമുക്ക് എത്ര വാങ്ങിച്ചാലും അടുക്കളയിൽ തികയുമില്ലാത്തൊരു സാധനം ഡിഷ് വാഷ് എന്ന് പറയുന്നത്. അപ്പം അത് ഈ കൂടെ ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഞാൻ അതിൻ്റെ പിന്നെ വീഡിയോ ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. വെള്ളം ചൂടായി വരുന്നു. നല്ലതുപോലെ ചൂടായിട്ടെ അരിയും കൂടെ അങ്ങിടാം. നേരത്തെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചായ ഇട്ടായിരുന്നേ. ചായയും കൂടെ കുടിക്കട്ടെ. ഡെയ്മനും കൂടെ വേണമെന്നോർത്ത് ചായയാക്കി. അല്ലെങ്കിൽ ഞാൻ കാപ്പിയാണ് കുടിക്കുന്നത്. അപ്പം ഒത്തിരി പല സൈസ് എടുക്കണ്ടല്ലോ എന്നോർത്ത് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് ചായപ്പൊടി അങ്ങേട്ട് ചായയാക്കി. അതുകൊണ്ട് കപ്പ് നിറയുണ്ട് കേട്ടോ ചായ. അവന് ചായ ഇരിപ്പുണ്ടായിരുന്നു. എല്ലാം പണിയാ. എങ്ങോട്ട് നോക്കിയാലും പണിയാ. മുറ്റത്തിറങ്ങിയാ ജോലി, അകത്ത് കയറിയാ ജോലി. നോക്കിയാ വല്ലതും കാണാനുണ്ടോ? അതുമില്ല. മുറ്റം തൂത്തിട്ട് കയറിയാ കാണാനുണ്ടോ? ഇങ്ങോട്ട് കയറി കഴിയുന്നതിന് മുന്നേ, മുറ്റം തൂത്തിട്ട് കയറുന്നതിന് മുന്നേ വീണ്ടും അതേപോലെ പഴയ പടിയാവും മുറ്റം. അടുക്കള കയറിയാലോ അതിലപ്പുറം. ഒരു പാവയ്ക്കായ്ക്ക് അതിലെ വെള്ളം വറ്റിയെന്ന് തോന്നുന്നു. അഭ്യാസം കാണിക്കാൻ പോയാലേ കഴിവുള്ളൂ. വെള്ളം വറ്റി. ഇനിയിപ്പോൾ ഇത് എണ്ണയിലിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് ഇച്ചിരി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഗ്യാസ് ഓഫ് ചെയ്തിട്ടേ ഇതിങ്ങോട്ട് നീക്കി വെക്കട്ടെ. സ്റ്റൗവിലേ ഇങ്ങനത്തെ ഈ ഗ്ലാസ് ടോപ്പും കൂടെ ആകുമ്പോഴത്തേനും പെട്ടെന്ന് ഇതാവും കേട്ടോ. നമ്മൾ ഓരോ ജോലി ചെയ്തേച്ച് പിന്നെ അതിൻ്റെ ഇടയിൽ ഇതുപോലെ തുടയ്ക്കണം. കണ്ടോ, ഇത് കണ്ടോ, ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണേ. ഇത് നല്ലതാണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ കഴുകിയെടുക്കാൻ. അരിയൊക്കെ ഞാൻ ഇതിനകത്തിലാണ് മിക്കവാറും കഴുകുന്നത്. വെള്ളം തിളച്ചു കേട്ടോ. ഇത് അരിയും കൂടെ അങ്ങിടാവേ. കുറച്ച് വെള്ളം കോരുക. ഇത് ഈ മാറ്റിയിട്ടേ വെള്ളം തിളച്ചിരിക്കുവേണ്ട ഇങ്ങനെ അടച്ചിട്ട് പിന്നെ കൊടുത്താൽ മതി കേട്ടോ. അല്ലാതെ ഇറക്കും. ഇത്തിരി പയറ് മെഴുക്കുരട്ടി വെക്കാനായിട്ട് ഇത് കണ്ടോ, പയർ ഒടിച്ച് വെച്ചിരുന്നതാണേ. ഇനി ഇത് കഴുകി പിന്നെ ചട്ടിയിലോട്ട് ഇട്ടിട്ടെ വറ്റിച്ചെടുക്കാം. എന്നിട്ട് പിന്നെ എണ്ണയിലൊക്കെ ഇടാം. സവാള അരിഞ്ഞിട്ടു. ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇത്തിരി മുളക് പൊടി, ഇത്തിരി ഉപ്പ്, നീര്, ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചേ ഒന്ന് ആവി കയറിക്കോട്ടെ. ഇനി ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. കറിവേപ്പില എടുത്തോണ്ട് വരട്ടെ. ചിലന്തി വലയൊക്കെ ഉണ്ടോയെന്ന് നോക്കണം. അതാ എന്താ ചോറിന് ഒരു വിസിൽ വന്നു. കുക്കറിന് ഒരു വിസിൽ വന്നു. നിർത്തി. ഇതൊന്ന് അടച്ചു വയ്ക്കാം. അത്രയും എടുക്കാം ജോലി.
നമ്മളെ മീൻ വെട്ടിയിട്ട് കഴുകാൻ ഉളുമ്പ് പോകാനായിട്ടില്ലേ ഓറഞ്ചേൽ ഒരെണ്ണം പറിച്ചിട്ടെ അതിന്റെ നീരും കൂടെ പിരിഞ്ഞ് കഴുകുവാണെങ്കിൽ നല്ലതുപോലെ ഉളുമ്പ് പോകും കേട്ടോ. നമ്മളത് ഇത് ഇവിടെ ഉള്ളത് കൊണ്ട് എടുക്കുന്നതാ കേട്ടോ. ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. സാധാരണ ഉപ്പിട്ട് മീൻ കഴുകുന്ന പോലെ കഴുകിയാൽ മതി. അപ്പൊ ഇത് നമ്മള് ഇങ്ങനെ ഇതുകൊണ്ട് എടുക്കുന്ന ഇവിടെ ഉള്ളതുകൊണ്ട് കേട്ടോ. ഡെയ്മ വാ. അത് കണ്ടോ, ഇതാണ് നമ്മുടെ. അപ്പൊ ഇതെന്റെ നമ്മള് ചോറൊക്കെ കുക്കറിനകത്തിലിട്ട് വേവിച്ചിട്ടൊക്കെ വന്നതാ. ഇനിയിപ്പോൾ അടുത്ത നമ്മുടെ ജോലി എന്ന് പറയുന്നത് ഇപ്പൊ ഈ മഴയില്ലാത്ത സമയമാണ്. ഇപ്പം മഴയില്ല കേട്ടോ, പകലൊക്കെ മഴയുണ്ടായിരുന്നു. മഴ കുറഞ്ഞ സമയം കൊണ്ട് ഈ ഇങ്ങനെയുള്ള ജോലികളൊക്കെ പുറത്ത് വെച്ച് ചെയ്യുവാണെങ്കിൽ ആകമെല്ലാം വൃത്തികേടാകാതിരിക്കും. കിച്ചണൊക്കെ ഈ മണ്ണും മണലും അല്ല, ഇതെല്ലപ്പടി മണല. ഇത് കണ്ടത്തിലെ കപ്പയായോണ്ടില്ലേ. ഞങ്ങളിപ്പം ഒരു കല്യാണം ഉണ്ടായിരുന്നു. ഞങ്ങൾ കല്യാണത്തിന് പോയിട്ട് വന്ന വഴി മേടിച്ചോണ്ട് വന്നതാണേ. ഇനിയിപ്പോൾ ഇത് കൊത്തുന്നതിന് മുന്നേ നമുക്ക് കഴുകി എടുത്തിട്ട് കൊത്തുവാണെങ്കിൽ ഓരോ പീസയിലും ഈ മണൽ പിടിക്കത്തില്ല. അതുകൊണ്ട് പൊളിച്ചെടുത്തേച്ച് നമ്മൾ കഴുകിയിട്ടേ കൊത്തി എടുക്കത്തുള്ളൂ. വേവിക്കാൻ പോവാം. കണ്ടില്ലേ, അയിലയും കറി വെച്ച് പച്ചക്കപ്പയും കൂടെ വേവിക്കാം. അപ്പം ഇനി ഇതെല്ലാം ഒന്ന് പൊളിച്ചെടുക്കണം. നമ്മൾ പറയുന്നതിന് മുന്നേ മഴ വീണ് കഴിയും. മഴ പെയ്യുകയും ചെയ്യും, അതുപോലെ മഴ നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് സ്പീഡിൽ നമ്മൾ മഴയ്ക്ക് മുന്നേ എല്ലാവർക്കും ഇഷ്ടമുള്ള എല്ലാവരുടെയും വീക്ക്നെസ് അല്ലേ ഈ കപ്പ വേവിച്ച് പച്ചക്കപ്പ വേവിച്ചതും മീൻകറി അല്ലെങ്കിൽ ഇറച്ചിക്കറി കപ്പ ബിരിയാണി അല്ലേ. പണ്ടൊക്കെ പാവങ്ങളുടെ ആഹാരമായിരുന്നു. ഇപ്പോൾ ഇത് VIP ആയി. ഇപ്പോൾ 5 സ്റ്റാർ ഹോട്ടലുകളിൽ വരെ കപ്പ വിട്ടിട്ടൊരു പരിപാടിയില്ല. ഇപ്പം പിന്നെ പച്ചക്കപ്പ എപ്പോഴും കിട്ടുമല്ലോ. നമ്മുടെ ഇവിടെയും കിട്ടും കേട്ടോ. നമ്മൾ പിന്നെ വന്ന വഴിക്ക് കണ്ടപ്പം മേടിച്ചോണ്ട് വന്നേ ഉള്ളേ. റോഡ് സൈഡിൽ വെച്ച് വിൽക്കുന്ന കണ്ടപ്പോൾ നല്ല കപ്പയാന്ന് തോന്നി. പെട്ടെന്ന് വേകുന്നതെന്ന് അവർ പറയുകയും ചെയ്തു വാങ്ങിച്ചെടുത്ത്. അപ്പോഴേ ഇനി ഇത് പൊളിച്ചൊന്ന് കഴുകിയൊക്കെ എടുത്തോണ്ട് വരട്ടെ. കപ്പയൊന്ന് കൊത്തട്ടെ. പലരും ഈ ഫേസ്ബുക്കിലൊക്കെ വീഡിയോ കാണുമ്പോഴേ ഇങ്ങനത്തെ കത്തി ഇതങ്ങ് മാറ്റിക്കൂടായോ, നല്ലൊരു കത്തി വാങ്ങിക്കുന്നൊക്കെ പറയും. നല്ല കത്തിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. നമുക്ക് കൈക്കിണങ്ങി ഓരോ കത്തി ഉണ്ടല്ലോ, നമ്മൾ അതല്ലേ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്കിതാണ് കൈക്ക് വശം. ഇങ്ങനത്തെ ഒരു 3-4 കത്തിയുണ്ട്. ഇതിന് വലിയ വിലയൊന്നും ഉള്ളതല്ല കേട്ടോ. ഇത് ചന്തയിൽ നിന്ന് നേരത്തെ 10 രൂപയും ഇതിനൊക്കെ ഇത്രയും 10 രൂപയുള്ളായിരുന്നു. പിന്നെ വലുതിന് 20 ആയിരുന്നു. ഇപ്പം അത് ഇതിന് 20ഉം വലുതിന് 40 രൂപയുമായി. ഇപ്പം അത്രയൊന്നും അറിയത്തില്ല. ഇതൊക്കെ കുറേ നാളായതാ വാങ്ങിച്ചിട്ട് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ കത്തി കൊണ്ട് തന്നെ കറിക്കരിയുകയൊക്കെ ചെയ്യുന്നത്. അയ്യോ പിന്നെ ഒരു കാര്യമേ, നമ്മളിന്ന് ഒരു കല്യാണത്തിന് പോയെന്ന് പറഞ്ഞില്ലേ, നമ്മളെ അറിയുന്ന കുറേ പേരുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെന്നും പറഞ്ഞ്. പക്ഷെ അവരുടെ ഒന്നും വീഡിയോയും ഫോട്ടോയൊന്നും അന്നേരം ഒന്നും ഓർത്തില്ല കേട്ടോ. ഇങ്ങനെ പോന്നു കഴിഞ്ഞപ്പോഴാണ് ഓർത്ത്. പിന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇങ്ങനെയുള്ളവരുടെ സ്നേഹവും ഇതൊക്കെ കാണുമ്പം. നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ ആൾക്കാരെയൊക്കെ കാണുകയും അവരുടെ ആ സന്തോഷം നമ്മളോടുള്ള ആ സ്നേഹവും ഒക്കെ കാണുമ്പോൾ നമുക്ക് അതിലേറെ സന്തോഷം കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ ഇടയിലൊന്ന് പറഞ്ഞതേ ഉള്ളേ. അപ്പോഴേ നമുക്ക് കപ്പ കൊണ്ടകത്ത് കൊണ്ട് വെച്ചിട്ട് വന്നിട്ട് മീനും കൂടെ അങ്ങ് വെട്ടിയെടുക്കുക. ഇവിടെ തന്നെ വെച്ച് മീനും കൂടെ വെട്ടിയെടുക്കുക. ഇതുണ്ടോ ഈ ഓറഞ്ച് നീര് പുളിയുള്ള എന്തെങ്കിലും നാരങ്ങയോ ഓറഞ്ചോ, നമ്മളിപ്പോൾ ഓറഞ്ചല്ലേ ഒഴിച്ച് ഇതിൻ്റെ ഉളുമ്പ് കണ്ട ഇറങ്ങിയേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഓറഞ്ച് എടുക്കുന്നത് കേട്ടോ. സുഹൃത്തുക്കളെ ഇത് കണ്ടോ, നമ്മളെ കുറച്ച് അയല ഇതുപോലെ ഉണക്കാനായിട്ട് വെക്കുവാണേ. ഇപ്പം സമയമില്ലാത്തതുകൊണ്ട് വെട്ടിയില്ല. ഇതിൻ്റെ അകത്തിലെ വേസ്റ്റൊക്കെ മാത്രം എടുത്ത് കളഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പം എന്നിട്ട് ഉണക്കാൻ പോവുക. ഇത് കണ്ടോ, നമ്മൾ ചൂട ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ടേ. അത് നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല, ഫേസ്ബുക്കിൽ ഇടാൻ വേണ്ടി എടുത്തതായിരുന്നു ആ വീഡിയോ. അപ്പം നമ്മളിപ്പം ഇത് അയല വെട്ടിയപ്പോൾ അതിൻ്റെ ബാക്കി നമ്മളങ്ങ് ഉണക്കിയേക്കാന്ന് വിചാരിച്ചേ. കണ്ടോ, ഞാൻ ഇതിൻ്റെ വലിയ വീഡിയോ ഒക്കെ ഇതിൻ്റെ അകത്തിൽ സ്രാവ് ഉണങ്ങുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ, അപ്ലോഡ് ചെയ്തിട്ടുണ്ടേ. പിന്നെ ഇത് കണ്ടോ, ഇതുപോലെ ഒരു വെള്ളം വാർന്നു പോകാൻ പറ്റിയ ഒരു കൊട്ട എന്തേലും കേട്ടോ. എല്ലാവരും പറയും പ്ലാസ്റ്റിക്കിനകത്തിൽ വെക്കല് എന്നൊക്കെ പറയും. പക്ഷേ പ്ലാസ്റ്റിക്കിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയൊന്നുമല്ല. പക്ഷെ പ്ലാസ്റ്റിക് അല്ലാതെ നമ്മൾ എന്നത്തില്ല ഇതിൻ്റെ അകത്തിലെ വെള്ളം വാർന്നു പോകാനായിട്ട് വെക്കുന്നത്. അതുകൊണ്ടാണ് കണ്ടില്ലേ, ഉപ്പ് വരുന്നതും പ്ലാസ്റ്റിക് കവറിനകത്തില്ല.
അപ്പം ഇങ്ങനെ അടുക്കി അടുക്കി വെച്ച് കൊടുക്കാവേ. ഇതുപോലെ ഉപ്പ് നല്ലതുപോലെ വേണം കേട്ടോ, അല്ലെങ്കിൽ ഇല്ലേ മീൻ അഴുക്കാവും. മീനിലൊരു വഴുക്കൽ പോലെ വന്നിട്ട് സ്മെല്ലും ചീഞ്ഞു പോവും, കൊള്ളത്തില്ല കേട്ടോ. അതുകൊണ്ട് നമ്മളിങ്ങനെ ഉപ്പ് നല്ലപോലെ ഇട്ടിട്ട് വേണം ഇങ്ങനെ അടുക്കി അടുക്കി വെക്കും. ഇതിന് കല്ലുപ്പ് തന്നെ വേണം താനും കേട്ടോ, അല്ലെങ്കിലേ ഉപ്പ് പൊടിയാകുമ്പം പെട്ടെന്ന് അങ്ങ് അലുത്ത് പോകും, മെൽറ്റായി പോകും കേട്ടോ. അതിൽ ഉപ്പൊക്കെ നല്ലതായിട്ട് പിടിക്കും കേട്ടോ. പക്ഷെ ഉപ്പ് നമ്മൾ സാധാരണ ഉപ്പുമീൻ്റെ ഉപ്പ് കളയത്തില്ലേ, അതുപോലെ ഇതിൻ്റെ ഉപ്പ് കളയുന്ന കേട്ടോ. ഇതിനെ ഇപ്പം നമ്മൾ പിന്നെ വെട്ടിയൊക്കെ എടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്, അന്നേരം ഉപ്പൊക്കെ കളഞ്ഞിട്ട് നേരെ അങ്ങ് വറക്കുകയോ കറി വെക്കുകയോ ഒക്കെ ചെയ്താൽ മതി. പക്ഷേ ഇതിപ്പോൾ എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ നല്ലതായിട്ടൊന്നും വെട്ടിയെടുക്കാതെ ഇങ്ങനെ തന്നെ ഉണക്കുന്നത് കേട്ടോ. അപ്പോൾ സമയമുള്ളവർ വൃത്തിയാക്കിയൊക്കെ എടുത്തോ. പിന്നെ BP ഉള്ളവരും അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരൊന്നും ഉണക്കണ്ട കേട്ടോ. അത് നമ്മളങ്ങ് പറയുക. എത്ര BP ഉണ്ടെന്ന് പറഞ്ഞാലും ചിലർക്ക് ഈ ഉണക്കമീൻ അവരുടെ ഒരു വീക്ക്നെസ്സാണ്. അതുകൊണ്ട് എനിക്ക് ഉണക്കമീൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ മീൻ ഉണക്കി എടുക്കുന്നത്. ഇത് ഫുള്ളും കൂടെ ഒന്നിച്ച് നമ്മൾ കൂട്ടുമല്ലല്ലോ, കുറേശ്ശേയല്ലേ എടുക്കുള്ളൂ. ഇതിപ്പം ഞാൻ ഉണക്കി ഫ്രിഡ്ജിനകത്തിൽ വയ്ക്കും, ഫ്രീസറിനകത്തിൽ വയ്ക്കും കേട്ടോ. പുറത്തിരുന്നാൽ അഴുക്കാവും. ഇത് വെയിലത്തൊന്നും വെക്കണ്ട. വെയിലത്ത് വെക്കേണ്ടവർക്ക് ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഈ ഊർന്ന് പോകാനായിട്ട് വെക്കുന്ന പാത്രമില്ലേ, വെള്ളം വീഴാനായിട്ട് വെക്കുന്ന ആ പാത്രം, അതിനകത്തിലൊട്ടും വെള്ളം ഇല്ലാതെ വരുമ്പോഴാണ്. ചിലപ്പോൾ ഈ മഴയൊക്കെ ആയതുകൊണ്ട് ഇത്തിരിയൊക്കെ വെള്ളം കാണും കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. ഒരു 7 ദിവസമൊക്കെ മതി. ഒരു 7 ദിവസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് എടുക്കാവേ. ഉപ്പിനകത്ത് തന്നെ ഇരുന്ന് ഉണങ്ങിക്കൊള്ളും. അതുകൊണ്ടാണ് നമ്മൾ ഫ്രീസറിൽ വെക്കുന്നത്, ഫ്രീസറിലോ ഫ്രിഡ്ജിലോ വെക്കുന്നത് കേട്ടോ. ഇത് ഉണക്കി എടുത്ത് കഴിയുമ്പോൾ ഇതിനകത്തിൽ ഇത് കിച്ചണിൽ വെച്ചാലൊന്നും സ്മെല്ലൊന്നും വരത്തില്ല കേട്ടോ. ഇതിനകത്തിൽ വീഴുന്ന ആ വെള്ളമില്ലേ, അത് ഡെയിലി എടുത്ത് കളഞ്ഞിട്ട് പാത്രം നല്ലതുപോലെ ഒന്ന് കഴുകി വെക്കണം. ഇത്തിരി വെള്ളം ഒഴിച്ച്, സോപ്പൊന്നും ഇട്ട് കഴുകണ്ട, അല്ലാതെ അങ്ങ് കഴുകി വെച്ചിരുന്നാൽ മതി കേട്ടോ. വെള്ളം തിളച്ച് കിടക്കുന്ന കണ്ടോ. അതിനകത്തിൽ ഓട്ടി കപ്പയും ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കോരിയെടുക്കാം. സ്റ്റേജിൽ ഇരുന്നാ തേങ്ങയൊക്കെ ചിരണ്ടുന്നത്. ആന്നിരുന്ന് തേങ്ങ ചിരണ്ടാൻ പറ്റാത്തോണ്ടാ കേട്ടോ. നിലത്തിരുന്നാൽ പിന്നെ എണീക്കാൻ പറ്റത്തില്ല. കഞ്ഞിയും കൂടെ അങ്ങ് ഊറ്റാവേ. വേണ്ട, കപ്പയൊക്കെ തിളച്ചേ. ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ അതിൻ്റെ അകത്തിലോട്ട് ഇട്ട് കൊടുക്കാം. കപ്പയുടെ കഷ്ണങ്ങളിലോട്ടെല്ലാം ഒരുപോലെ അങ്ങ് മഞ്ഞൾ പറ്റിക്കോളും. നമുക്ക് കപ്പയ്ക്കും കൂടെ അങ്ങ് ചതച്ചെടുക്കാം. ഈ കല്ലിനകത്തിലിട്ട് ചതയ്ക്കാവേ. ആദ്യമില്ലേ ഒരു ജീരകവും ഇത്തിരി തേങ്ങയും കൂടി ഇട്ട് ചതച്ചെടുക്കാം നല്ലപോലെ. പിന്നെ ഇതെല്ലാം കൂടി ഇട്ടിട്ടെ ചതച്ചങ്ങെടുക്കാം. കാന്താരിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ജീരകവും തേങ്ങയും മഞ്ഞൾപ്പൊടിയും കേട്ടോ കപ്പയ്ക്ക് അരപ്പിനെടുത്തേക്കുന്നേ. അപ്പം നല്ലപോലെ വെന്തിട്ടുണ്ടേ. ഇനിയിപ്പോൾ അതങ്ങ് ഊറ്റാം. ഞങ്ങൾക്ക് കപ്പ നല്ല കുഴഞ്ഞിരിക്കുന്നത് ഇഷ്ടം കേട്ടോ. ചിലർക്ക് കപ്പ നല്ല പൊടിഞ്ഞ് പുട്ട് പോലെ ഇരിക്കണമെന്നൊക്കെ പറയും. ഈ കുക്കറിനകത്തിലോട്ട് തന്നെ ഊറ്റാവേ. ഒരു ഉപ്പ് നീരും കൂടെ ഒഴിക്കട്ടെ. പിന്നെ കുടഞ്ഞിടട്ടെ. ചെറിയ തീയിലിരുന്നേ ഒന്ന് വേകട്ടെ. പയറും കൂടെ പറ്റിച്ച് വെച്ചേക്കുന്നതില്ലേ, മെഴുക്ക് വരട്ടി വെക്കാം. മീൻകറി വെക്കാനുള്ള ചട്ടിയൊക്കെ ചൂടായേ. ഇനി ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കപ്പയുടെ തീയൊക്കെ ഞാൻ ഓഫ് ചെയ്ത് വെച്ചേക്കും കേട്ടോ. ഇളക്കാറായി. കടുക് ഇട്ട് കൊടുക്കാവേ. കടുക് പൊട്ടി ഇത്തിരി ഉലുവ ഇട്ട് കൊടുക്കാവേ.
ഉലുവയും പൊട്ടിയിട്ടുണ്ട്. ഇനി ഇത്തിരി കാന്താരി ചതച്ച് വെച്ചേക്കുന്നതും ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി അതും കൂടെ ഇട്ട് കൊടുക്കാവേ. ഞാൻ ഒരിത്തിരി കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുവാണേ. ഇനി അതിനകത്തിലോട്ട് പുളിയും ഉപ്പും കൂടെ, ഉപ്പ് നീരും കൂടെ ഒഴിച്ചു വെച്ചേക്കുന്നതാണേ. ഇച്ചിരി വെള്ളവും കൂടെ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കപ്പ വേവിച്ചത് കഴിക്കുന്നതുകൊണ്ട് ഇത്തിരി ചാറ് നല്ലപോലെ വേണം. ഗ്രേവി തിളക്കട്ടെ. ഈ മീൻ മുറിക്കുന്നില്ല കേട്ടോ, മുറിക്കാനുള്ളതില്ല, അല്ലെ അങ്ങ് കുഞ്ഞു കഷ്ണമായിപ്പോ. മീൻ അങ്ങോട്ട് പെറുക്കിയിട്ട് കൊടുക്കാം. ചെറിയ തീയില് ഇരുന്ന് വേകട്ടെ. ഇനി കപ്പ അങ്ങ് ഇളക്കാവേ. നല്ല പൊടിയുള്ള കപ്പയാ. മഴയത്തൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഐറ്റം കപ്പ വേവിച്ചതും മീൻകറി. ഇപ്പൊ അങ്ങനെ നമ്മുടെ കപ്പ ഇളക്കിയെടുത്ത് ഇനി മീൻകറിയും കൂടെ വന്നാ കഴിക്കാം. അങ്ങനെ നമ്മുടെ പയറ് മെഴുക്കുവരട്ടിയും റെഡിയായി. നമ്മുടെ മീൻകറിയൊക്കെ റെഡിയായി കേട്ടോ. കപ്പ കഴിക്കാവേ. അടിപൊളി, കഴിക്കാം. ചാറിനകത്തോട്ട് അങ്ങോട്ട് മുക്കി ഇത്തിരി മീനും കഴിക്കട്ടെ. സൂപ്പറാ, അടിപൊളി കപ്പയുവ, സൂപ്പർ മീൻകറിയുവ, സൂപ്പറാ സൂപ്പറാ. അപ്പോഴേ കഴിക്കട്ടോ. അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.